ഒരുപാട് ഗുണമുള്ളൊരാസനമാണ്. ഇതും മനസ്സിനെ സ്വാധീനിക്കുന്നൊരാസനം കൂടിയാണ്. ഇപ്പോൾ വേരിക്കോസ് വെയിൻ പോലെയുള്ള വേദനകൾക്ക്, നമ്മുടെ ശ്വാസകോശ സംബന്ധമായ തകരാറുകൾക്ക് ഒക്കെ ഗുണം ചെയ്യുന്ന ഒന്നാണ് താടാസം. താടാസം ചെയ്യുന്ന വഴികളുണ്ട്. കാലഘട്ടം നോക്കണം, വീട് പോയിട്ട് കാലഘട്ടം പറ്റുന്നവരും മാത്രം കാലഘട്ടം എല്ലാവരും കാലഘട്ടമുണ്ട്. ശരിക്കും വേദനയുടെ മേലെ നിൽക്കണമെന്നാണ് നിയമം. കാരണം ബാലൻസിങ് ആസനം കൂടിയാണ്. നമ്മുടെ ഇന്ത്യൻ ഉള്ളികളുടെ ഇക്വിലിബ്രിയം അതിന്റെ തോത് ലെവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആസനം കൂടിയാണ്. അർദ്ധചന്ദ്രാസനം. നമുക്ക് രണ്ടാസനങ്ങൾ ഒരുമിച്ച് ചെയ്യാം. അർദ്ധചന്ദ്രാസനവും പാദഹസ്താസനവും ഒരുമിച്ച് ചെയ്യാം. രണ്ടാസനവും മാക്സിമം പുറകിലേക്ക് പോവുക. കഴിയുമ്പോൾ കണ്ണടച്ചേക്കരുത്. കണ്ണടച്ചാൽ മുൻ പോകും. കണ്ണടക്കാതെ പുറകിലേക്ക് പോവുക. നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് പോവുക. താഴേക്ക് പോവുക. എത്ര കണ്ട് താഴെ പോകാൻ പറ്റും, കാലിനെ വിട്ട് പടയാതെ എത്ര കണ്ട് പോകാൻ പറ്റും അത്ര പോവുക. അത് ശ്വാസം എടുത്തുകൊണ്ട് കൊണ്ടുപോയില്ല. ശ്വാസം വിട്ടുകൊണ്ട് വർഷങ്ങളിലൂടെ എല്ലാവർക്കും അടുത്തത് ബാലൻസിങ് ആസനമാണ്. വൃക്ഷാസനം. തലച്ചോറിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു ആസനമാണ്. ബ്രെയിനിന്റെ ടോണിക്കാണ്. കാലിനുണ്ടാകുന്ന തടവുകൾ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇതുള്ളതാണ്. നിങ്ങൾക്ക് ഈ തലചുറ്റിന് എന്ന് പറയുന്ന സംഭവം കൃത്യമായി ചെയ്തതിന് തലചുറ്റിനുണ്ടാവില്ല. കുറച്ച് കൂടുതലാണ്. പറ്റുന്നവർക്ക് മാത്രം കാര്യം വെച്ചാൽ മതി. ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ശ്രദ്ധിക്കണം. ഇരിക്കരുത്. ആദ്യം ചെയ്യുമ്പോൾ സംസാരിക്കാനും ചിരിക്കാനും പാടുന്നതാണ് നേരം. വളരെ ശ്രദ്ധിക്കുക. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാര്യം ചെയ്യണം. അത് നിർബന്ധമാണ്. കുട്ടികൾക്ക് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നത് അവരൊക്കെ ഈസിയായി ചെയ്യുന്നു. ഇതിൻ്റെ ഒരെണ്ണം ചെയ്യും. അതൊന്നും ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ചെയ്യണം. ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആസനം പറയാം. അർത്ഥകടിയത്താണ്. ആദ്യം ഇടത് ഭാഗത്ത് കാലിലേക്ക് അയക്കി വെക്കാം. എന്നിട്ട് കൈ നേരെ വയ്ക്കുക.